ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ആണ്ട് ദിവസത്തെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, മക്കളെ മദ്രസയൊക്കെ വിട്ടിട്ട് പിന്നെ മോളെ പരീക്ഷയ്ക്ക് അയച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളത്. അപ്പോൾ പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാകുമ്പോൾ ഞാനതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അങ്ങനെ ഇതാ പെരുക്കെത്തിയിട്ടുണ്ട്. വീഡിയോ ആഡ്സും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോയ പാടന്നെ നമുക്ക് ഹോർലിക്സ് വന്ന് അതും കുടിച്ചിട്ട് നമ്മൾ ഓരോരോ പണിൻ്റെ തിരക്കിലായി. ആ തിരക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എടുക്കുന്നത് മറന്നു പോകുന്ന തിരക്കിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടയിൽ ഓർമ്മയാകുമ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഹോർലിക്സ് എല്ലാം കുടിച്ച് ഓർക്ക് പകുതി പണിയെല്ലാം ആയിട്ടുണ്ടായി. ഇറച്ചി കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ടായി, പിന്നെ കോഴി കൈറ്റെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി, പിന്നെ ഇതാ കല്ലിൽ തേങ്ങ ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്. കുക്കർ ഇതാ ഇറച്ചി കൂക്കുന്നുണ്ട്. കോഴി കൈറ്റിടെ വെച്ചിട്ടുണ്ട് വെള്ളാറാൻ. കോഴിക്ക് മസാല ആക്കുന്നത് ചിക്കൻ്റെ കുറുമാണ്, കോഴിൻ്റെ കുറുമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇറച്ചിക്കറി, പിന്നെ തോരൻ്റെ കറി, പിന്നെ നെയ്ച്ചോറ്, വെറുംചോറ്, അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കോഴിൻ്റെ പിന്നെ കുറുമ ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇറച്ചിക്കറി അതെല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇട്ടിട്ട് അതൊന്ന് ഇറക്കി വെച്ചാൽ ഇറച്ചിക്കറിയും ഇവിടെ റെഡിയായി. ചിക്കൻ്റെ കുറുമയൊന്ന് തിളച്ച് വന്നാൽ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ തോരൊരു സ്പെഷ്യലായിട്ടാണ് കറി വെക്കുന്നത്. തോര വറുത്തിട്ട് പിന്നെ അതിലേക്ക് ചേന ഇട്ട് നീരുള്ളി തക്കാളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതൊന്ന് വീടെടുക്കാനെല്ലാം എനിക്ക് മറന്നുപോയി. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചിട്ട് എടുത്തിന്. പിന്നെ ഇതാ വെറുംചോറിടെ വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ തോരക്കറിക്ക് വേണ്ടിയിട്ട് എണ്ണ കൂട്ടി ചൂടായിട്ടാകുമ്പോൾ കടുക് പൊട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് ഞാനിതാ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, കറിച്ചപ്പല ഇട്ട് കൊടുക്കുന്നു, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ലപോലെ മൂത്ത് വന്നിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ച നമ്മളെ തോരയും ചേന നീരുള്ളി തക്കാളി അതെല്ലാം പച്ചമുളകെല്ലാം ഇട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ച് കൂട്ടിയിട്ടാണ്, തേങ്ങ പാലാണ് അത്, മഞ്ഞ ഇട്ടത് കൊണ്ട് മഞ്ഞ കളറായി. അങ്ങനെ അതും അരച്ചിത തേങ്ങാപ്പാലും കൂട്ടി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം ഇട്ട് വേവിച്ചതാണ്. പിന്നെ കുറച്ച് എൻ്റെ ഉള്ളി കൈയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ. അപ്പോൾ നമ്മളെ തോരക്കറിയും ഇവിടെ റെഡിയായി. കുറച്ച് ഉപ്പ് കുറവുണ്ടായി, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായി തിളച്ച് വന്നാൽ നമ്മളെ തോരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കുമ്പോൾ കുറച്ച് മുളക് കുറവുണ്ടായി, അങ്ങനെ എരിവ്, അങ്ങനെ കുറച്ച് മുളക് പൊടിയും പാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കണം. ഇത് നമ്മുടെ കിച്ചൻ്റെ അവസ്ഥയാണ്, ഒത്തിരൊന്നും ആയിട്ടില്ല. പിന്നെ ഇതാ ഒരടുപ്പത്ത് നെയ്ച്ചോറാകുന്നുണ്ട്, പിന്നെ ഒരടുപ്പത്ത് നെയ്യിൽ കൊട്ടയും മുന്തിരിയും കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്, ഫ്രീ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ളൊരു പരിപാടിയാണ്, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ എല്ലായിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കറിയും കോഴിക്കറിയും തോരക്കറിയെല്ലാം റെഡിയായി. പിന്നെ ഉസ്താദന്മാർ വന്ന് അവർക്ക് ഇങ്ങനെ സർബത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു ചീരണിയായിട്ട്. പിന്നെ ഉസ്താദന്മാർ മൗലൂദൊക്കെ ഓതി പിന്നെ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്, മക്കളൊക്കെ ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ വീഡിയോ എടുക്കുമെന്ന്. പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു. ഞങ്ങളെയും കാട്ടിക്ക് എന്ന് പറയുന്നുണ്ട് മക്കളൊക്കെ. അങ്ങനെ അനിയത്തിൻ്റെ മക്കളും ആങ്ങളുടെ മക്കളെല്ലാം ചോറ് വയ്ക്കുന്നുണ്ട്. എല്ലാം സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാണ്, പരീക്ഷയല്ലേ, പരീക്ഷ കഴിഞ്ഞിട്ടായിട്ട് യൂണിഫോമോട് കൂടെ കൊണ്ടുപോയതാണ് മക്കളെ. അങ്ങനെ മക്കൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത് വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ചോറെല്ലാം വേവിച്ച് പിന്നെ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീഡിയോ എടുക്കാനെല്ലാം മറന്നു പോയി തിരക്കിൻ്റെ ഇടയ്ക്ക്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പുരക്കന്നെ മടങ്ങിയിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം മക്കൾക്ക് പരീക്ഷ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. ബായ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക.